എസ്പെഷ്യലി ഞാൻ പറയാം, എറണാകുളം മാർക്കറ്റിനകത്ത് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ധാരാളം വന്നിട്ടുണ്ട്. പലരും പല വാഗ്ദാനങ്ങൾ തന്ന് 1.5 ലക്ഷം 1.40 ഒക്കെ കൊടുത്ത് പഠിച്ചിട്ട് ഇതുവരെ ജോലിയില്ല. ഇപ്പം മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അബുദാബി, ഖത്തർ, ബഹ്റിനൊക്കെ ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കുന്നതേ സ്ത്രീകൾ. ഇൻ്റർനാഷണൽ ആയിട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും ലോജിസ്റ്റിക്സിൻ്റെയും ബാക്ക് ബോൺ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹായ് ഓൾ, ലോജിസ്റ്റിക്സ് മേഖല ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു കരിയർ ചോയ്സ് ആണ്, ഒരു സ്മാർട്ട് കരിയർ ചോയ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാൻ ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള, ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ള സ്മെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അക്കാഡമി ഹെഡായ ശ്രീ ഭാസ്കർ സാർ നമ്മുടെ കൂടെ ഇന്ന് അവൈലബിൾ ആണ്. അദ്ദേഹത്തിന് ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ സാർ, നമുക്ക് ഈ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലാതെ ഒരു സ്മാർട്ട് കരിയർ ഓപ്ഷനാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്? അതുകൂടാതെ ആ കുട്ടിയുടെ ഒരു കരിയർ ഓപ്ഷൻ ലോജിസ്റ്റിക്സ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് ഈ ഒരു മേഖല കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനതിനകത്ത് ഉത്തരം കറക്റ്റായിട്ട് പറയാം. ഇപ്പോൾ നോക്കൂ, +2 കഴിഞ്ഞൊരു കുട്ടിക്ക് പല രീതിയിലും ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിനകത്ത് അവൈലബിളാണ്. എസ്പെഷ്യലി അവൻ എന്തുകൊണ്ട് ലോജിസ്റ്റിക്സ് സെലക്ട് ചെയ്യണം? ഇപ്പം നമുക്കറിയേണ്ടത്, നമ്മുടെ ജീവിതശൈലിയിൽ ഒരു ആവശ്യമുള്ളൊരു സാധനം, അത് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന FMCG പ്രോഡക്ട്സ്, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പലതരം പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ പാല്, തൈര്, സോപ്പ്, എണ്ണ, പൽപ്പൊടി, പിന്നെ പേസ്റ്റ്, ഇതെല്ലാം നമുക്ക് ദിവസം ഉപയോഗിക്കണം. ഇതെങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതുമാതിരി തന്നെ നമ്മൾ നോക്കൂ, ഒരു മെഡിക്കൽ ഫീൽഡ്, ആശുപത്രിയിൽ ആവശ്യമായ മരുന്നുകൾ ഇത് എത്തിച്ചു കൊടുക്കുന്നത് പക്ക ലോജിസ്റ്റിഷ്യൻസ് ആണ്. ഇതുമാതിരി ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു മാനുഫാക്ചറിങ് സെക്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് വേണ്ട, ഒരു ഉദാഹരണത്തിന് ഐഫോൺ നിർമ്മാണം ആപ്പിൾ കമ്പനി ചെയ്യുന്നുണ്ട്. അത് അവരവിടെ നിർമ്മിച്ച ശേഷം അത് നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ്. ഇതുമാതിരിയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിനകത്ത് ലോജിസ്റ്റിക്സ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളിലുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഈ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് പ്രൊഫഷണലായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തും അതിനനുയോജ്യമായ ജോലിയും മാർക്കറ്റിനകത്ത് അവൈലബിളാണ്. അപ്പോൾ ലോജിസ്റ്റിക്സ് കരിയർ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിനെ കുറിച്ച് നല്ല അറിവ് നേടി നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറാൻ, പ്രത്യേകിച്ച് +2 പോലുള്ള ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞൊരു കുട്ടിക്ക് അവൻ്റെ ഒരു കരിയർ പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സിലാണെങ്കിൽ ഈ പറയുന്ന ഒത്തിരി സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണലായിട്ട് മാറാനും സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളർച്ചയുടെ പുറംചട്ട എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി വരാനുള്ളത്? അതുകൂടാതെ ഒരു ബിരുദധാരിയെ സംബന്ധിച്ച് എത്ര വേഗത്തിൽ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും? ഓക്കെ, ഇതിനകത്ത് 2 രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒന്ന്, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾ. സാധാരണ രീതിയിൽ നമുക്കിപ്പം നോക്കാം, ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടിക്ക് ഒരു ജോലിക്ക് കയറുകയെന്ന് വയ്ക്കാം, എന്തായിരിക്കും മിനിമം സാലറി? മാക്സിമം നമുക്ക് പറയാവുന്നത് ഒരു 15 രൂപ. അപ്പോൾ നോക്കൂ, അമീനയാണ് ഇൻഡസ്ട്രി നടത്തുന്നതെന്ന് വയ്ക്കുക. ഇതിനകത്തേക്ക് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടി വരികയാണ്. ആ കുട്ടിക്ക് നമ്മൾ എന്ത് സാലറി കൊടുക്കും? അയാൾക്കൊരു മിനിമം ക്വാളിഫിക്കേഷനാണ്. ഇതേമാതിരിയാണ്. പക്ഷേ നിങ്ങളുടെ കൈവശം ഏതെങ്കിലും ഒരു സ്കില്ലുണ്ടെന്ന് വയ്ക്കാം, എസ്പെഷ്യലി ലോജിസ്റ്റിക്സ് പോലുള്ള സ്കില്ലുണ്ടെന്ന് വയ്ക്കാം. അപ്പം ആ കുട്ടിക്ക് ഒരു ബേസിക് ക്വാളിഫിക്കേഷനായി, അതിൻ്റെ കൂടെ ഈ സ്കിൽസുമായി. ഈ സ്കിൽസ് എന്താ നൽകുന്നത്? ഒരു പ്രൊഫഷണലായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ജോലി ചെയ്യേണ്ട ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാലത്ത് കമ്പനികളിൽ ട്രെയിനിങ് ചെയ്യാൻ പോലും അവർ വെയിറ്റ് ചെയ്യാറില്ല. ഒരു പ്രൊഫഷണലെ മാർക്കറ്റിൽ നിന്നും സെലക്ട് ചെയ്യാമെന്നാണ് എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ഒരു ട്രെയിനിങ് കൊടുക്കുക, അവനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പനികൾക്ക് ഭയങ്കര എക്സ്പെൻസസാണ്. അത് തരണം ചെയ്യാനാണ് കമ്പനികൾ എന്ത് ചെയ്യുന്നത്? ട്രെയിൻഡ് പ്രൊഫഷണൽ മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണോ എന്ന് നോക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ച് സ്മെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രൊഫഷണലായ ട്രെയിനേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കറിയാം, ലോകത്തിൽ പ്രത്യേകിച്ച് ഇൻ്റർനാഷണലായിട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും ലോജിസ്റ്റിക്സിൻ്റെയും ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എസ്പെഷ്യലി ബാക്ക് ബോൺ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട്.
സീ പോർട്ടിനകത്ത് കാണാം, എയർപോർട്ടിനകത്ത് കാണാം, നമ്മുടെ ലുല്ലു പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഒരു മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ഉണ്ട്, ഇതിനകത്തൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ പ്രൊഫഷണലായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ കുട്ടിക്കോ അഡീഷണലായിട്ട് ഒരു സ്കില്ല് കൂടെ കിട്ടുകയാണെങ്കിൽ അയാൾ ഈ പ്രൊഫഷനിലേക്ക് നല്ല രീതിയിൽ കടന്നു കയറാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതേപോലെ സർ, മറൈൻ ലോജിസ്റ്റിക്സിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഈ ഒരു ഫീൽഡിൽ മറൈൻ ലോജിസ്റ്റിക്സിന് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളത്? സാധാരണ ഞാൻ അതിനകത്ത് ഒരു ഓപ്ഷൻ പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുണ്ട്. ഒരു ലോജിസ്റ്റിക്സിൻ്റെ ബേസിക് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ മെറൈനിലേക്ക് കയറാൻ പറ്റൂ. ഞാൻ മനസ്സിലാക്കിയിരുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞാൻ പറയുന്നു. കാരണം ഈ മെറൈൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു 3-4 സെക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ സെക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഫ്രീറ്റ് ഫോർവേഡിങ് സ്ഥാപനങ്ങളുണ്ട്. ഈ വാങ്ങുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ, ഇവർ രണ്ടുപേരുടെ ഇടയിലും ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫ്രീറ്റ് ഫോർവേഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് കംപ്ലീറ്റ് കോർഡിനേഷൻ, ഷിപ്മെൻറ്റിൻ്റെ കോർഡിനേഷൻ. ഇപ്പം ഞാൻ ചൈനയിൽ നിന്നൊരു സാധനം മേടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചൈനയിലായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ഐ വിൽ ഗെറ്റ് അസിസ്റ്റൻസ് ഫ്രം ദിസ് ഫ്രീറ്റ് ഫോർവേഡേഴ്സ്. അപ്പം നമ്മൾ അവരെ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പം മെറൈനെ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, മെറൈൻ പറയുന്നത് മാക്സിമമായിട്ട് പോർട്ടിലൂടെ വരുന്ന ഷിപ്മെൻറ്റ്സാണ്. പ്രത്യേകിച്ച് കണ്ടെയ്നറിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ റീഫർ കണ്ടെയ്നേഴ്സ് ഉണ്ട്, കോൾഡ് ലോജിസ്റ്റിക്സ്, കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ് കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒത്തിരി നമുക്കറിയാം പെരിഷബിൾ ഗുഡ്സ് വരാറുണ്ട്. ലുല്ലു തന്നെ നമുക്ക് UAE നിന്ന് കുറേ വെജിറ്റബിൾസ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് വരുന്നത് ത്രൂ കോൾഡ് ചെയിൻ ആണ്, വിച്ച് ഇസ് ഓൾസോ കം ത്രൂ കണ്ടെയ്നേഴ്സാണ്. റീഫർ പോലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. പിന്നെ പലതരം, നമുക്കിപ്പോൾ വളരെ ഫേമസ് ആയിട്ട് അറിയാം, നമ്മുടെ കൈവശം ഗ്യാസ് കിട്ടാറില്ല അല്ലേ? ഗ്യാസിന് LPG ഗ്യാസ് ഇല്ല. ഇത് സപ്ലൈ ചെയിനിൻ്റെ ഒരു ഡിസ്ട്രപ്ഷൻ കാരണമാണ് ഇത് നമ്മുടെ കൈവശം കിട്ടാത്തത്. അപ്പം മെറൈൻ അവിടെ പ്രോപ്പർലി, പ്രത്യേകിച്ച് സപ്ലൈ ചെയിൻ്റെ ഒരു തടസ്സം, ഈ തടസ്സം പറയുന്നത് എന്താ? പോർട്ടിലേക്ക് സഫീഷ്യൻ്റായിട്ട് കപ്പൽ വരാറില്ല. ഈ കപ്പൽ വരാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഗ്യാസിന് ഷോർട്ടേജ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെറൈൻ ഫോക്കസ് ചെയ്ത്, പ്രത്യേകിച്ച് ഷിപ്പിംഗ് കമ്പനി, ഫ്രീറ്റ് ഫോർവേഡിങ്, പോർട്ട് ഓപ്പറേഷൻ, ഈ മുതലായവ കൃത്യമായിട്ടും ലോജിസ്റ്റിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോക്കൂ, നമ്മുടെ സ്മെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഈ വർഷം നമ്മൾ മെറൈൻ ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്ന കുട്ടികളെല്ലാം നിർബന്ധമായിട്ട് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു ലോജിസ്റ്റിക്സ് പഠിച്ച കുട്ടിയാണെങ്കിൽ ഇത് നമുക്ക് വേഗം കൺവേ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഞാൻ പറയാം, എറണാകുളം മാർക്കറ്റിനകത്ത് നമുക്ക് നന്നായിട്ടറിയാം, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ധാരാളം വന്നിട്ടുണ്ട്. പലരും പല വാഗ്ദാനങ്ങൾ തന്ന് 1.5 ലക്ഷം 1.40 ഒക്കെ കൊടുത്ത് പഠിച്ചിട്ട് ഇതുവരെ ജോലിയില്ല. ഇവരൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിട്ടില്ല, 2 നല്ലൊരു മെൻറ്റർഷിപ്പ് കിട്ടിയിട്ടില്ല, പല ഫാൾസ് പ്രോമിസസ് കൊടുത്തു. ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും മാർക്കറ്റിൽ ജോലിയില്ലാതിരിക്കുക. ഈ കുട്ടികൾ നേരെ നമ്മളിലേക്ക് വന്നു എന്ന് വയ്ക്കുക. അവർക്ക് ഈ ഒരു 6 മാസത്തെയാണ് ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, 6 മാസത്തെയാണ്. അപ്പോൾ അവർക്ക് ലോജിസ്റ്റിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. 4 മാസം നമുക്ക് വ്യക്തമായിട്ടും ആ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാം, പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കാം. സ്മെക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ. നമ്മൾ തന്നെ ഓൺഡ് ഫാക്ടറീസ് ഉണ്ട്, ഓൺഡ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആ കുട്ടിക്ക് ഇൻറ്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താ, ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് മെറൈൻ പഠിച്ചിറങ്ങാം. അതുകൊണ്ടാണ് മെറൈൻ ലോജിസ്റ്റിക്സിലേക്ക് നമ്മൾ കൂടുതലും, പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസ് വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വാല്യുബിൾ ആയിട്ട് നമുക്ക് പോകാനും സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ERP സംവിധാനം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊഫഷണലായിട്ട് SAP അറിയുന്ന ഒരു കാൻഡിഡേറ്റ്, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ വാലിഡേഷനുള്ള SAP എന്ന് പറയുന്ന ഒരു ERP ഉണ്ട് അല്ലേ? നമുക്കറിയാം, എൻ്റർപ്രൈസസ് റിസോഴ്സസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ദൈനംദിന ജോലികൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു ജോലിക്കാരൻ ചെയ്യുക. ജോലിക്കാരന് തെറ്റ് ചെയ്യാൻ സിസ്റ്റം സമ്മതിക്കത്തേയില്ല. ആ പ്രോബ്ലം എന്താണെന്ന് സോൾവ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത ജോലിക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇതിനാണ് SAP നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത്. ഇതും മെറൈൻ്റെ എൻറ്റയർ ഫങ്ഷൻസ് SAPയിലൂടെ ആ കുട്ടിക്ക് പഠിക്കാം. നമ്മളാണെങ്കിലോ SAP ആയിട്ട് ഡയറക്റ്റ് പാർട്ട്നേഴ്സാണ്.
ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അപ്പം അതും നമുക്കിതിന് ഒരു അസിസ്റ്റൻസ് ആയിട്ട് കുട്ടിക്ക് കിട്ടും. അപ്പോൾ ഒരു നല്ലൊരു ERP കൈവശം വരും, മെറൈനെ കുറിച്ച് നല്ലൊരു അറിവ് വരും, പ്ലസ് അവനൊരു ഇൻറ്റേൺഷിപ്പും കൂടെ കിട്ടും. സോ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് കരിക്കുലം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാക്ട്ലി. ഓക്കെ സാർ, അപ്പോൾ ഈ നമ്മുടെ ഓട്ടോമേഷൻ, AI ഇങ്ങനെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തൊഴിൽ മേഖലയെ അടക്കി വാഴുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ ലോജിസ്റ്റിക്സ് മേഖല എത്രത്തോളം ഫ്യൂച്ചർ പ്രൂഫാണ്? അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതിനകത്ത് AI എന്ന് പറയുന്ന ഒരു പുതിയ ടൂള് വന്നിട്ടുണ്ട്. സാധാരണ ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ AI വന്നാൽ ഉടൻ ജോലി പോയി എന്നാണ്. ഇപ്പം ഞാൻ അതിനകത്തൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കമ്പ്യൂട്ടർ വരുമായിരുന്നു. കമ്പ്യൂട്ടർ വന്നാൽ ജോലി പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പം ആരെങ്കിലും ജോലി പോയിട്ടുണ്ടോ? കമ്പ്യൂട്ടർ വന്നു, നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചു. ഇതേമാതിരി തന്നെ AI ടൂള് വന്നു കഴിഞ്ഞാൽ ആരുടെയും ജോലി പോകത്തില്ല. നമ്മൾ ആ AI പഠിച്ചു മനസ്സിലാക്കും. AI വരുന്ന തന്നെ എന്താ, സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളെ ജോലി എടുപ്പിക്കാനാണ്. നമുക്കൊരു അസിസ്റ്റൻസ് തരിക. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ, അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ, ഈ തെറ്റ് തിരുത്തിക്കൊണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 100% ആയിരിക്കും. പല പുതിയ ടൂൾസ് അവൈലബിളാണ്. അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് എന്താണോ ലേറ്റസ്റ്റ് ടൂൾസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഈ കരിയറിൻ്റെ കൂടെ കൊണ്ടുപോകാനും പറ്റും. അത് 100% നിങ്ങൾക്കൊരു ഗ്രോത്ത് തരും ചെയ്യും. അപ്പോൾ ലോജിസ്റ്റിക്സ് മേഖല ഫ്യൂച്ചർ പ്രൂഫാണ്. 100% കോൺഫിഡൻസ് ആയിട്ട് പറയാം നമുക്ക്. അതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോൾ ഈ ഒരു 10-15 കൊല്ലത്തേക്കും കൂടെ ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എങ്ങനെയായിരിക്കും സാർ അതിൻ്റെ ഒരു ഘടന? ഇപ്പോൾ നോക്കൂ, എടപ്പള്ളിയിൽ ലോജിസ്റ്റിക്സ് ഫുൾഫിൽമെൻറ്റ് സെൻറ്റർ വരുന്നുണ്ട്. നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് ആരുടെ കയ്യിലാണ്, ട്രിവാൻഡ്രം എയർപോർട്ട് ആരുടെ കയ്യിലാണ്. അയാൾ നേരിട്ട് ഒരു ലോജിസ്റ്റിക്സ് പാർക്കും ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സും എടപ്പള്ളിയിൽ വരുന്നുണ്ട്. ലോജിസ്റ്റിക്സ് പാർക്ക് എന്ന് പറയുന്നത് ഒരു കൊടക്കീഴിൽ എല്ലാ ലോജിസ്റ്റിക്സ് കമ്പനികളെയും ഒന്നിച്ചു കൊണ്ടുവരികയാണ്. അപ്പം അതിനകത്ത് ഗ്രോത്ത് എന്താന്ന് നോക്കൂ, ഓപ്പർച്യൂണിറ്റീസ് എന്താന്ന് നോക്കൂ. ഈ പഠിച്ചിറങ്ങുന്ന ലോജിസ്റ്റിക്സിൻ്റെ പ്രൊഫഷണലായിട്ട് മാറി അതിനകത്ത് ഇംപ്രൂവ്മെൻറ്റ്സും അതിനകത്ത് പ്രൊഫഷണലായിട്ടും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നേരെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ലോജിസ്റ്റിക്സ് പാർക്കിനകത്താണ്. അപ്പം AI വന്നാലും ശരി, ഒരു 10 കൊല്ലത്തിന് ഇനി വരാൻ പോകുന്ന ഒരു 10-15 വർഷത്തിനകത്ത് മനുഷ്യൻ പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സിൻ്റെ സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രസൻസ് നിർബന്ധമാണ്. പക്ഷേ പുതിയ സംവിധാനങ്ങളൊക്കെ വരും. എന്നാൽ കൂടി നമുക്ക് ഒരു അസിസ്റ്റൻസോടുകൂടി ഒരു സപ്പോർട്ടോടുകൂടി വരാൻ പോകുന്ന കാലത്ത് പുതിയ പ്രോജക്റ്റുകൾ ഒത്തിരി അവൈലബിൾ ആണ്. വിഴിഞ്ഞം ബോട്ടിനകത്ത് ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഈ എടപ്പള്ളിയിൽ നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്ക് വരുന്നുണ്ട്. ഇത് രണ്ടും വന്നാൽ തന്നെ ഒരു 1000കണക്കിന് ജോലി മാർക്കറ്റിന് അവൈലബിളാണ്. ഇത് നമ്മളെ സ്ഥിരമായിട്ട് പിടിച്ചു നിർത്തും. ഇത് പ്രത്യേകിച്ച് നല്ലൊരു പ്രൊഫഷണൽ കൂടിയാണ്. ഓക്കെ സാർ, അപ്പോൾ ഇതൊരു ഡെവലപ്പിംഗ് ഇൻഡസ്ട്രിയാണ്, അപ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കറക്റ്റ്. ഓക്കെ, സോ നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ ഒരു മേഖല തിരഞ്ഞെടുത്ത് അതിലേക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ഒരു ഭാവി ജീവിതത്തിനും ആത്മവിശ്വാസത്തിനും അവരുടെ ഒരു സാഹചര്യങ്ങളുടെ ഒരു വളർച്ച, മെച്ചപ്പെട്ട വളർച്ച കിട്ടുന്നതിലൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ഈ ഒരു മേഖലയ്ക്ക് കൊടുക്കാൻ പറ്റും? അതോടൊപ്പം തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റിയിൽ എന്തൊക്കെയാണ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, കുറവുണ്ടോ, ഇങ്ങനെ കുറച്ച് സംശയങ്ങളും കൂടെ ഉണ്ട്. അപ്പം വെരി ഗുഡ് ക്വസ്റ്റ്യൻ അമീന. ഇതിനകത്ത് പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല. ഇതൊക്കെ പഴയ കാല. ഇപ്പം നോക്കൂ, ഒരു വെയർഹൗസിനകത്ത് പോയ ഓപ്പറേഷൻസ് മാനേജർ ആരാന്നറിയോ? പെൺകുട്ടിയാ. ഒരു അനലിസ്റ്റ് ആരാ? പെൺകുട്ടിയാ. അപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല. ഈവൻ ഇപ്പം മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അബുദാബി, ഖത്തർ, ബഹ്റിനൊക്കെ ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കുന്നതേ സ്ത്രീകളാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ സെപ്പറേഷൻ ഇല്ല. എത്ര ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുമോ, ജോലിയൊക്കെ കിട്ടും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കതിനകത്ത് പ്രൊഫഷണലായിട്ട് ആ പ്രോഡക്റ്റ് നോളേജ് നമ്മുടെ കൈവശം വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഇതിനകത്ത് ആണില്ല പെണ്ണില്ല, എന്ത് ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമോ അത് കമ്പനി നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ സാർ, ക്ലിയർ.
നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാവാം, +2 കഴിഞ്ഞതാവാം, ആ കുട്ടി ഈ മേഖല, ഈ ലോജിസ്റ്റിക്സ് ഫീൽഡ് ചൂസ് ചെയ്തു, നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തി. അതിനുശേഷം ഒരു തുടർ പഠന സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് ലോജിസ്റ്റിക്സിൽ എത്രത്തോളം അവൈലബിൾ ആണ്, ഈ ഒരു കുട്ടിയുടെ ഭാവിയും തുടർ പഠനവും കരിയറും ഒക്കെ കൂടെ ചെന്ന് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ലോജിസ്റ്റിക്സിൽ എത്രത്തോളമാണെന്ന് ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, കുട്ടി ഒരെണ്ണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കരിയർ ബിൽഡ് ചെയ്യും? ഒരു +2 കഴിഞ്ഞ കുട്ടി ഏത് മേഖലയിൽ സഞ്ചരിക്കണം? ഡിഗ്രി കഴിഞ്ഞു, ഞാൻ ക്വാളിഫൈഡ് ആണ്, ഇനി ഞാൻ ഏതാണ് സെക്ടർ തിരഞ്ഞെടുക്കേണ്ടത്? അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് എന്ന് പറയും. കാരണം നമ്മൾ ലോകോത്തര നിലവാരം എടുത്തു നോക്കിയാൽ ഒരു 55 മുതൽ 60% പഠനങ്ങൾ പറയുന്നത് ലോജിസ്റ്റിക്സ് മേഖലയിലാണ് ജോലി സാധ്യത. വെരി കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇതിനകത്തൊരു ട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന തൊഴിലിനൊരു ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞത്, നമ്മൾ എത്രത്തോളം ബെസ്റ്റായിട്ട് പ്രോഡക്റ്റ് പഠിക്കാൻ സാധിക്കുന്നുവോ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു അസിസ്റ്റൻസ് ആണെങ്കിൽ സിസ്റ്റത്തിൻ്റെ കൂടെ അത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇത് ഇൻ ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് സ്റ്റുഡൻറ്റ് ഓർ ഇൻഡസ്ട്രി ആൻഡ് ഇൻഡിവിജ്വൽ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടിരിക്കുക. നമുക്ക് അതിലേക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ ഈസി ആയിട്ട് നടന്നു പോകാം. ഓക്കെ. സോ അവസാനമായിട്ട് നമ്മുടെ ഒരു സ്മെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട്, അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രി കണക്ഷൻസ്, നമ്മുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കരിക്കുലം, ഇതിലൊക്കെ ഉപരി ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഇവിടെ പഠിച്ചൊരു കുട്ടി ജോലി ലഭിക്കും എന്നുള്ളൊരു ഉറപ്പ്, അല്ലെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു അവരുടെ ഭയം മാറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? ഇതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരിക്കലും 100% തൊഴിൽ മാത്രമേ നിനക്ക് തരുള്ളൂ എന്ന് പറയാറില്ല. ഓക്കെ. ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത്, നീ ഞങ്ങളെ കൂടെ വന്നിരുന്ന് ഇവിടെയുള്ള കോഴ്സ്, ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നീ ഒരു 6 മാസം, 9 മാസം, 12 മാസം ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞു തരും. അപ്പം നമ്മളത് മനസ്സിലാക്കും. കാരണം ഒരു +2 കഴിഞ്ഞ കുട്ടി പുറം ലോകം കാണാതെയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലായി നിൽക്കുന്ന ഒരാളോട് കൂടിയാണ് ഇയാൾ സഞ്ചരിക്കുക. അപ്പം നിർബന്ധമായിട്ടും അയാൾ എന്താണ് കറൻറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നുള്ളത് കൺവേ ചെയ്യും. ഈ കുട്ടി അത് മാക്സിമം എളുപ്പത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം അയാൾ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് കംഫർട്ടബിളായിട്ട് സഞ്ചരിക്കും. ഞാനിപ്പോഴും ഉറപ്പ് പറയുക, നമ്മുടെ കൂടെ മലയാളം മീഡിയം പഠിച്ച് +2 കഴിഞ്ഞ് കോഴ്സ് എടുത്ത് നമ്മുടെ കൂടെ സഞ്ചരിക്കുക. ആദ്യമേ വരുമ്പോൾ അമ്മയും അച്ഛനും കൊണ്ടുവന്ന് കുട്ടിയെ നമ്മുടെ അടുത്ത് വിട്ട് കഴിഞ്ഞാൽ അന്ന് സംസാരിക്കാൻ പോലും ആ കുട്ടിക്ക് സാധിക്കില്ല. പേടിയാ, ഭയമാണ്. 6 മാസം നമ്മുടെ കൂടെ സഞ്ചരിച്ചാൽ ഈ കുട്ടി ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങും. എന്താണ് നമ്മുടെ കയ്യിൽ കമ്മ്യൂണിക്കേഷന് സെപ്പറേറ്റ് ഒരു ടീച്ചേഴ്സ് ഉണ്ട്, സോഫ്റ്റ് സ്കില്ലിന് ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ മോക്ക് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, പിന്നെ കുട്ടിക്ക് വേണ്ട സ്ട്രെങ്ത്ത് എന്തെല്ലാം മെൻ്റലി സ്ട്രെങ്ത്ത് കൊടുക്കുന്നതും അതിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ അടിസ്ഥാനമായ എല്ലാ ബേസിക്സ് ഇൻഫർമേഷനും ആ കുട്ടിക്ക് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ കിട്ടണം. അപ്പം ആ കുട്ടിക്ക് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. കുട്ടിക്ക് കിട്ടേണ്ട പ്ലേസ്മെൻറ്റ്സ് എന്താണോ നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് അത് ആ കുട്ടിക്ക് 100% കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വ്യത്യസ്തമായി നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ്. കമ്പാരിറ്റീവ്ലി എറണാകുളത്താണെങ്കിലോ ഒരു 100 കണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എല്ലാവരും പ്രോമിസസ് പറയുക, വരൂ നിനക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. ഒരു കുട്ടിയാണെങ്കിലോ പഠിക്കാൻ വന്ന ആദ്യം നോക്കുന്നത് പ്ലേസ്മെൻ്റ് ഉണ്ടോ, എന്നാൽ മാത്രം ഞാൻ വന്ന് ചേരാം. ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി, ഞാനിപ്പോൾ എത്രയും പറയാം, 1000 കുട്ടികളെ എത്രയോ എൻ്റെ കൂടെ ഞാൻ മെൻറ്റർ ചെയ്ത് വിട്ടിട്ട് ആ കുട്ടികൾ നല്ല ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇപ്പോഴും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഞാൻ ഒന്ന് വ്യക്തമായിട്ട് പറയണം കുട്ടികളോട്, ഏതൊരു കുട്ടിയും ഈ കോഴ്സ് പഠിക്കാൻ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ജോലി അവനുണ്ട് എന്നുള്ളത് ഉറപ്പ് നൽകില്ല. പക്ഷെ ആ കോഴ്സ് പഠിച്ചതിന് ശേഷം എക്സാക്ട്ലി അവൻ ആ കോഴ്സിനെ കുറിച്ച് മനസ്സിലായാൽ അവനെ ഒരു ഇൻ്റർവ്യൂവിന് വിട്ടാൽ അവൻ ജോലിക്ക് കയറിപ്പോവും. അതുകൊണ്ടാണ് ഇതിന് വ്യക്തത വരുത്തണം എന്ന് പറയുന്നത്. കോഴ്സ് പഠിക്കാനാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. അത് ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഒരു കുട്ടിക്ക് വാഗ്ദാനമായി കൊടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് 100% ആയിട്ട് നമ്മളത് ചെയ്തിരിക്കും.
ക്ലിയർ. ഓക്കെ. ഇപ്പോൾ ഒരു എക്സലൻറ്റ് സപ്പോർട്ട് നമ്മൾ അവരിന് ഈ ഒരു കരിയറിൽ കൊടുക്കും. അത് നല്ല രീതിയിൽ പഠിപ്പിച്ചിറക്കുന്നത് കൂടാതെ ഒരു ഇൻഡസ്ട്രി കണക്ഷൻസും നമ്മുടെ ഒരു കമ്പനിയുടെ എക്സലൻസും ഒക്കെ വെച്ചിട്ട് നല്ലൊരു കരിയറിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും 100%. ഈവൻ ഞാനിപ്പോൾ ഇതിന് മുന്നേ നിങ്ങളോട് സംസാരിച്ചു എന്താ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആസ് എ സ്മെക് ഒരു 27 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഓട്ടോമേഷൻ ഉണ്ട്, പിന്നെന്താ IT ഡിവിഷൻ ഉണ്ട്, പിന്നെ സ്മെക് ലാബ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. വിവിധ തരം വെർട്ടിക്കലായിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിന് ഉപരിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് മാത്രം നമ്മൾ പഠിപ്പിക്കുന്നു. അതിനകത്ത് ഇൻഡസ്ട്രി എക്സ്പോഷർ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഉണ്ട്. ഈവൻ പല ലോജിസ്റ്റിക്സ് കമ്പനിയായിട്ടും കൂടെ നമ്മൾ ടൈപ്പാണ്. അപ്പോൾ കുട്ടിക്ക് കോഴ്സിൻ്റെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവനെ ഒരു ഇൻ്റർവ്യൂവിന് അയച്ചാൽ ഈസി ആയിട്ട് അവൻ ജോലിക്ക് കയറിപ്പോവും. അപ്പം ഞാൻ ജോലി വേണം എന്ന് പറഞ്ഞ് വരുന്നൊരു വിദ്യാർത്ഥിക്ക് ജോലി നിനക്ക് ഉറപ്പാണെന്ന് പറയണോ, കോഴ്സ് പഠിച്ചിട്ട് ജോലിക്ക് പോകണം എന്ന് പറയണോ? അതെ, തീർച്ചയായും. ശരിയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. സോ നമ്മൾ ലോജിസ്റ്റിക്സിനെ പറ്റിയിട്ട് ഒരു ഡീപ്പ് ഇൻസൈറ്റ് ആണ് സാർ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു വിലപ്പെട്ട സമയത്തിനും ഈ ഒരു സെഷനിൽ നമ്മൾക്ക് ഇത്രയും അറിവുകൾ പറഞ്ഞു തന്നതിനും പ്രത്യേകം നമ്മളെ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.